കേരളീയരുടെ പ്രവാസ ചരിത്രത്തിൽ തന്നെ പ്രവാസികളോടുള്ള അവഗണനയുടെ ചരിത്രത്തിനും പഴക്കമുണ്ട്. കേരളത്തോടുള്ള കേന്ദ്ര അവഗണന എന്നത് വളരെ കാലമായി മുഴങ്ങിക്കേൾക്കുന്ന ഒരു ശബ്ദമാണ്. പ്രവാസികളായ ഇന്ത്യക്കാരോട്, പ്രത്യേകിച്ച് കേരളീയരോട് കേന്ദ്ര ഗവൺമെന്റ് ഒരു പടി കൂടി കടന്നു. കഴിഞ്ഞ ബജറ്റിൽ ഒരു വരി പോലും കേന്ദ്ര ഗവൺമെന്റ് പ്രവാസികളെ സംബന്ധിച്ച് പരാമർശിച്ചില്ല. 2008-2009 വർഷത്തിലും കേന്ദ്ര ബജറ്റിൽ പ്രവാസികളെ സംബന്ധിച്ച് ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. എന്നാൽ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആദ്യത്തെ പാർലമെന്റ് മൻമോഹൻ സിംഗ് കേരളീയരെ പ്രത്യേകം അഭിവാദ്യം ചെയ്തു. സാമ്പത്തിക വിദഗ്ധനായ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കേരളീയരല്ല, കേരളീയ പ്രവാസ സമൂഹത്തെയായിരുന്നു അഭിനന്ദിച്ചത്. ഔദ്യോഗിക കണക്ക് പ്രകാരം ഇന്ത്യക്ക് പുറത്ത് തൊഴിൽ ചെയ്യുകയും ജീവിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ പ്രവാസികളിൽ 1 ലക്ഷം കോടി രൂപയാണ് പ്രതിവർഷം ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇതിൽ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് പ്രവാസി മലയാളികളുടെ പണം ഏകദേശം 45% വരും. ഇത് കമറുദ്ദീൻ വലിയവളപ്പിൽ, ചാവക്കാട് താലൂക്കിൽ നിന്നുള്ള ഒരു സാധാരണ പ്രവാസി. തൊഴിൽ ഡ്രൈവർ. കഴിഞ്ഞ 30 വർഷമായി ഗൾഫിലുണ്ട്, ഡ്രൈവറായി. സാധാരണക്കാരനായ ഈ മലയാളി പക്ഷേ അധികമാരും കാണിക്കാത്ത ഒരു ആർജവം കാണിച്ചു. പ്രവാസികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിരന്തരമായി അവഗണിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ കഴിഞ്ഞ 10 വർഷമായി പൊരുതുകയാണ് നിയമത്തിലൂടെയും മറ്റും. ഞാൻ ഏകദേശം ഒരു 10-30 വർഷത്തോളമായി ഇവിടെ ഗൾഫിൽ UAE വന്നിട്ട് എൻ്റെ ജീവിതത്തിലെ എൻ്റെ അനുഭവങ്ങളാണ് ഇത്തരം ഒരു കാര്യങ്ങൾക്ക് എന്നെ പ്രേരിപ്പിച്ചത്. കാരണം പ്രവാസികളെ പറ്റിയിട്ട് ഞാൻ പുറത്തുനിന്ന് പഠിച്ചതല്ല, എൻ്റെ അനുഭവം തന്നെയാണ് ഇതിൻ്റെ വലിയ ഗുരു. ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് തന്നെ ഈ പ്രവാസികളെ സംബന്ധിക്കുന്ന എല്ലാ ഒരു രേഖകളും അല്ലെങ്കിൽ വല്ല കളക്ഷൻസൊക്കെ എൻ്റെ ഒരു ഹോബിയായിരുന്നു. അത് ഞാനിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ഇതുകൾ വന്നു നോക്കുമ്പോൾ ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള വിഷമങ്ങളും മറ്റുള്ളതൊക്കെ കൂടെ നോക്കി നോക്കുമ്പോൾ ഇതിനു വേണ്ടിയിട്ട് എന്ത് തന്നെ ആയാലും ഒരു പരിഹാരം നിയമവശത്തിൽ കൂടെ ഉണ്ടാക്കുക, ഈ പ്രശ്നം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളൊരു ഇതിൽ കൂടെയാണ് ഞാൻ അതിന് തുനിഞ്ഞത്. കേരള ഗവൺമെന്റ് ഗൾഫ് പ്രവാസികൾക്കായി പ്രഖ്യാപിച്ച പ്രവാസ ക്ഷേമനിധി ബില്ല് സ്വാഗതം ചെയ്യുന്ന കമറുദ്ദീൻ പ്രവാസികൾക്ക് പെൻഷൻ നൽകാനുള്ള കേരള ഗവൺമെന്റിന്റെ തീരുമാനത്തെയും സ്വാഗതം ചെയ്യുന്നു. കേന്ദ്ര ഗവൺമെന്റ് പ്രവാസികൾക്കായി പൊതുനിയമം പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ നയമില്ലാത്ത ഗവൺമെന്റ് പ്രവാസികളെ ഇരുട്ടിലാക്കുകയാണെന്ന് കമറുദ്ദീൻ പറഞ്ഞു. ഈ പ്രവാസി സമൂഹത്തിന്റെ ഇന്ന് കാതലായിട്ടുള്ള ഒരുവിധ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു 50 കാര്യങ്ങൾ, ഞാനത് ആ 50 കാര്യങ്ങളും എല്ലാ തരത്തിലും പ്രൂവ് ചെയ്യാനുള്ള എല്ലാ പ്രൂഫും എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ പറയുന്ന സബ്ജക്ട് എന്താണെന്നുള്ളത് അത് അതിന് പ്രൂഫ് സഹിതം കോടതിയിൽ വെച്ചു കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ സെൻട്രൽ ഗവൺമെന്റിന് എൻ്റെ ഒറിജിനൽ കൊടുത്തു 1 വർഷം മുന്നേ. 1 വർഷമായിട്ടും ഇതുവരെയായിട്ട് യാതൊരു അതിനെ പറ്റിയിട്ട് ഒരു റെസ്പോൺസും ഇല്ല, ഒരു മറുപടിയില്ല. അത് ഞാൻ ചോദ്യം ചെയ്തിട്ട് ഹൈക്കോടതി പോയത്. സത്യം പറഞ്ഞാൽ ഇപ്പൊ കോടതിക്ക് തീരുമാനിക്കാൻ പറ്റും നമ്മൾ എന്താണ് നാടിന് ചെയ്യുന്ന സേവനം, അതിനനുസരിച്ച് നമുക്ക് കിട്ടേണ്ട ബെനിഫിറ്റാണ് നമ്മുടെ റൈറ്റ്സ്. കാരണം നമ്മളൊരു ചെലവില്ലാതെയാണ് നമ്മൾ നാടിനെ സേവിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് ക്ഷേമനിധി നമ്മൾ ഇങ്ങോട്ട് മേടിക്കേണ്ട ആവശ്യം വരും എന്നുള്ള കോടതി തീരുമാനിച്ചോട്ടെ. കാരണം എന്താണെന്നുള്ളത് കോടതിക്ക് തീരുമാനിക്കാമല്ലോ. കഴിഞ്ഞ ബജറ്റിൽ ഒന്നും തന്നെ കേന്ദ്ര ഗവൺമെന്റ് പ്രവാസികളെ പരിഗണിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, പ്രവാസികളെ സംബന്ധിച്ച് ഒരു ചെറിയ പരാമർശം പോലും നടത്തിയില്ല. തികഞ്ഞ അവഗണനയല്ല, അപമാനം തന്നെ. സാധാരണക്കാരായ ഇന്ത്യൻ പ്രവാസികളുടെ ഒരു പ്രശ്നത്തിലും ഇടപെടാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികൾക്കെതിരെ ഒരു പ്രവാസി മലയാളി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തൃശൂർ ചാവക്കാട് താലൂക്കിലെ കമറുദ്ദീൻ വലിയവളപ്പിൽ. കമറുദ്ദീനും സുഹൃത്തുക്കളും ചേർന്ന് ഫെഡറേഷൻ ഓഫ് നോൺ റെസിഡന്റ് ഇന്ത്യൻ എന്ന ഫോറം രൂപീകരിച്ചിട്ടുണ്ട്. അവർ ഒരു വെബ്സൈറ്റും ആരംഭിച്ചു, www.fnri.org. ഫെഡറേഷൻ ഓഫ് നോൺ റെസിഡന്റ് ഇന്ത്യൻ കേരള ഹൈക്കോടതി മുൻപാകെ നൽകിയ പൊതു താൽപര്യ ഹർജിയിൽ കേന്ദ്ര ഗവൺമെന്റിന് മുമ്പാകെ താൻ അവതരിപ്പിച്ച 51 ആവശ്യങ്ങൾക്ക് ഒരു മറുപടി പോലും നൽകിയില്ലെന്ന് പരാതിപ്പെട്ടിരുന്നു. 2009 കേന്ദ്ര ബജറ്റിൽ പ്രവാസികൾക്കായി ഒന്നും തന്നെ പരിഗണിക്കാത്ത ഇന്ത്യ ഗവൺമെന്റ് 2010 ബജറ്റിലും ഇതേ അവഗണന തുടർന്നു. കോടിക്കണക്കിന് രൂപയാണ് ഇന്ത്യ ഗവൺമെന്റ് ട്രഷറിൽ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രന്റ് എന്ന വകുപ്പിൽ ഗൾഫിലേക്ക് പോകുന്ന ഇന്ത്യക്കാരിൽ നിന്ന് വാങ്ങിക്കൂട്ടിയത്. ഇത് നിയമപരമായി തിരിച്ചു നൽകേണ്ട തുകയാണ്. പക്ഷേ ദശാബ്ദങ്ങളുമായി പ്രവാസികൾക്ക് ഈ പണം തിരിച്ചു കിട്ടിയിട്ടില്ല. പാസ്പോർട്ട്, കസ്റ്റംസ്, വിമാന സർവീസ് തുടങ്ങിയ മാർഗങ്ങളുടെയും ഗൾഫ് പ്രവാസികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കേന്ദ്ര ഗവൺമെന്റ് ഈടാക്കുന്നുണ്ട്. ഇതിന് വളരെ ചെറിയ ആനുപാതികം പോലും പ്രവാസി ഇന്ത്യക്കാർക്ക് തിരിച്ചു കിട്ടുന്നില്ല. 30 വർഷമായി ഗൾഫിൽ തൊഴിൽ ചെയ്ത് താൻ തിരിച്ചു പോയാൽ എന്ത് ചെയ്യും എന്നാണ് കമറുദ്ദീൻ ചോദിക്കുന്നത്. ഇതൊരു കമറുദ്ദീന്റെ മാത്രം ചോദ്യമല്ല, ലക്ഷക്കണക്കിന് പ്രവാസി ഇന്ത്യക്കാർ ഇന്ത്യ ഗവൺമെന്റിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇതൊക്കെ രാഷ്ട്രീയ പക്ഷപാതം നോക്കി പലരും മുക്കിക്കളയാണ് പതിവ്. ഇതാദ്യമായി കമറുദ്ദീൻ വലിയവളപ്പിൽ എന്ന പ്രവാസി മലയാളി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി ദുരന്തങ്ങൾ